എല്ലാവർക്കും പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ പങ്ക്ച്വാലിറ്റിയെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങളും ഇന്ന് ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ അത് മാറ്റി വെക്കാറുണ്ട് നാളത്തേക്ക്. അത് നാളെ ആകട്ടെ എന്ന പല കാര്യങ്ങളും അങ്ങനെ ലൈഫിൽ നമ്മൾ അങ്ങനെ മാറ്റി വെച്ചു ഇനി ഒരിക്കൽ ചെയ്യാമെന്ന് കരുതി അല്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാമെന്ന് കരുതി അങ്ങനെ മാറ്റി വെക്കുമല്ലോ. അത് ചിലപ്പോൾ ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പൊ അത് എന്റെ അനുഭവത്തിൽ കൂടി പറയുന്ന ഒരു കാര്യമാണ്. അതെന്ന് വെച്ചാല് ഈ കഴിഞ്ഞ ദിവസം ടീച്ചേഴ്സ് ഡേ ആയിരുന്നല്ലോ. അപ്പോഴാണ് ഞാനത് അങ്ങനെ മാറ്റി വെച്ചു പോയ ഒരു കാര്യത്തിനെ കുറിച്ച് ഓർത്തത്. അപ്പൊ എന്റെ +2 കാലഘട്ടത്തെ സമയത്ത് നമുക്ക് ഓരോ ടീച്ചേഴ്സും ഉണ്ടായിരിക്കുമല്ലോ. നമ്മൾ ക്ലാസ്സിൽ വലിയതായിട്ട് പഠിക്കുന്ന കുട്ടികളെ മാത്രം ശ്രദ്ധിക്കുന്ന ടീച്ചർ ആയിരിക്കില്ല ഒരു നല്ല ഗുരുനാഥൻ അല്ലെങ്കിൽ ഗുരുനാഥ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ടീച്ചേഴ്സിനെ കാര്യം എനിക്കറിയില്ല. എന്നാലും ഇപ്പൊ ടീച്ചേഴ്സ് അങ്ങനെ കൂടുതൽ കുട്ടികളുമായിട്ട് ഇന്ററാക്ഷൻസ് ഒന്നുമില്ല. അവർക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരുപാട് അവരെ വഴക്ക് പറയില്ല, ഒന്നുമില്ല. ഞാൻ തന്നെ എന്റെ മക്കളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ടീച്ചറൊന്നും വഴക്കൊന്നും പറയുന്നില്ല, എഴുന്നേറ്റ് നിന്നാൽ മതി, അല്ലെങ്കിൽ ഒന്നുമില്ല, പഠിച്ചില്ലെങ്കിൽ പഠിച്ചില്ല, അത്രേ ഉള്ളൂ. പക്ഷെ പണ്ടത്തെ കാലത്ത് എന്തെങ്കിലും പഠിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ടീച്ചറൊക്കെ നമ്മളെ എഴുന്നേറ്റ് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഈ വരുന്ന എല്ലാം പറയും, അല്ലെങ്കിൽ അടിക്കും. നമുക്ക് ആ ഒരു പേടിയുണ്ടല്ലോ. ടീച്ചേഴ്സിനെ പേടി കലർന്ന ഒരു സ്നേഹമായിരുന്നു അതങ്ങനെ. അന്നത്തെ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ടീച്ചേഴ്സിനോടൊക്കെ മിണ്ടാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. എന്നാലും ഒരു 10 ടീച്ചർ +2 പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരാളെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വളരെ ഫ്രണ്ട്ലി ആയിരിക്കും. അവര് കുറച്ച് സ്നേഹം അധികം തരും, എല്ലാ കുട്ടികൾക്കും കൊടുക്കും. അങ്ങനെയാണ്, അവരെ നമ്മൾ ഒരിക്കലും മറക്കില്ല. അങ്ങനെ എനിക്ക് എൻ്റെ +2 കാലത്ത് ഒരു സാറുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഞാൻ പറഞ്ഞു വരുന്ന അതാണ്, അദ്ദേഹമാണ് എന്നെ നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ പഠിക്കാനുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്ന്, അത് ഏത് കോഴ്സിന് പോകണം, നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ പഠിക്കും, ഇതൊന്നും നമുക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ലാത്തൊരു കാലത്ത് ഇങ്ങനെ നിങ്ങളൊരു കോഴ്സ് എടുക്കുക, ഇത് പഠിക്കുക, നിങ്ങൾക്ക് ഇതിനുള്ള കഴിവുണ്ട്. നമുക്ക് പോലും അറിയത്തില്ലായിരിക്കും നമുക്ക് ഇത്രയൊക്കെ പഠിക്കാനുള്ള കഴിവുണ്ടോ ഇല്ലയോ. ഒരു നല്ല ഗുരുനാഥനോ ഗുരുനാഥയ്ക്കോ മാത്രമേ നമ്മളുടെ ഉള്ളിലെ ശരിക്കുമുള്ള ആ ഒരു പഠിക്കാനുള്ള, അല്ലെങ്കിൽ ഏതിലാണ് ആ കുട്ടിക്ക് ടാലന്റ് എന്ന് മനസ്സിലാക്കി അവരെ നേർവഴിക്ക് നയിക്കാൻ പറ്റുള്ളൂ. അന്നത്തെ കാലത്ത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ഐഡിയ ഇല്ലായിരുന്ന സമയത്ത് എൻ്റെ സാറാണ് പറഞ്ഞത്, ഇന്ന കോഴ്സിന് പോകൂ, ഇതിന് പോയാൽ ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് പഠിച്ചതിൽ നല്ലൊരു നിലയിൽ എത്താൻ പറ്റും. അപ്പൊ സാറ് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം ഇല്ലല്ലോ. അപ്പൊ വീട്ടിൽ വന്നിട്ട് പോകാനുള്ള സാമ്പത്തികം ഇല്ലെങ്കിൽ പോലും അന്നത്തെ കാലത്ത് ഞാൻ വീട്ടിൽ കിടന്ന് എല്ലാവരും ഡിഗ്രിക്ക് പോയ സമയത്ത് എനിക്ക് പ്രൊഫഷണൽ കോഴ്സിന് തന്നെ പോകണമെന്ന് പറഞ്ഞ് വഴക്കടിച്ച് വീട്ടിൽ കിടന്ന കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്ന. ആ ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് ഓർത്ത് ഞാൻ എത്രയോ ദിവസങ്ങളിൽ ഇങ്ങനെ ഉറക്കമുളച്ച് കരഞ്ഞ കാറൊക്കെ പോയി ഫുഡ് കഴിക്കാതൊക്കെ ഇരുന്നേക്കുന്നു. വീട്ടുകാർക്കും വിഷമം. പക്ഷെ എന്നിട്ട് എൻ്റെ വേറെ ഡിഗ്രിക്ക് എല്ലാവരും പോയപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് പ്രൊഫഷണൽ കോഴ്സിന് തന്നെ പോയാൽ മതി, എനിക്ക് അഡ്മിഷൻ കിട്ടും, വെയിറ്റ് ചെയ്യാം, കാത്തിരുന്നു. അങ്ങനെ എൻട്രൻസ് എഴുതാനാണേലും എന്തിനും സാറിന്റെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് എന്നെ ഇങ്ങനെ സാറ് പറയുന്നതായിരുന്നു എനിക്ക് വേദവാക്യം, ഈ കോഴ്സ് എടുക്കണം, അല്ലെങ്കിൽ എൻട്രൻസ് എഴുതണം, ഇങ്ങനെ പോകണം എന്നൊക്കെ സാറ് പറയുമ്പോൾ അത് നമ്മൾ കാതോർത്തിരിക്കും. സാറ് പറഞ്ഞാൽ പിന്നെ അന്നൊരു ഡിഗ്രിക്ക് പോകണം എന്നൊരു ചിന്ത പോലും വന്നില്ല. അങ്ങനെ എല്ലാരും ഡിഗ്രിക്ക് പോയി, അഡ്മിഷന്റെ ഒക്കെ ടൈം കഴിഞ്ഞു, ഇനി അഡ്മിഷൻ കിട്ടാതെ വരുമോ, ഇങ്ങനെയൊക്കെ സമയത്തും ഞാൻ ആ ഒരു വാക്കിൽ തന്നെ വിശ്വസിച്ചു, എനിക്ക് പഠിക്കാൻ പറ്റും, എനിക്ക് അഡ്മിഷൻ അവിടെ കിട്ടും. ആ ഉറച്ച വിശ്വാസം കാരണം എനിക്ക് കാത്തിരുന്നു. ഡിലേ ആയിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടി. ഞാൻ പ്രൊഫഷണൽ കോഴ്സിന് ജോയിൻ ചെയ്തു. അങ്ങനെ പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു, കല്യാണമായി. അപ്പൊ കല്യാണത്തിനൊക്കെ ക്ഷണിക്കാൻ ചെന്നു സാറിനെ. ഇങ്ങനെ സാറ അനുഗ്രഹങ്ങളൊക്കെ തന്നു വിട്ടു. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ വീണ്ടും പഠിപ്പിക്കാൻ ആഗ്രഹമുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കാതെ എന്നെ PG ക്ക് പഠിപ്പിച്ചു. PG ഒക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ റാങ്കോടുകൂടി പാസ്സായപ്പോൾ ഞാൻ വീണ്ടും സാറിനെ വിളിച്ചു. അപ്പം ഞാൻ സാറേ എനിക്ക് നല്ല മാർക്കുണ്ട്. അപ്പം സന്തോഷം. അപ്പൊ ഞാൻ സാറേ ഞാൻ സാറിനെ കാണാൻ ഒരു ദിവസം വരുന്നുണ്ട്. അപ്പൊ എന്താ പോരെ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ വീടും ഹസ്ബൻഡിനും ഒരുപാട് ദൂരമുണ്ട്. അപ്പൊ എന്നാലും ഞാൻ വിചാരിച്ചു സാറിനെ ഒരു ദിവസം പോയി കാണണം. ഇങ്ങനെ എന്തേലുമൊക്കെ അന്ന് സാറുള്ള ഒരു വ്യക്തി കൊണ്ടാണല്ലോ ഞാൻ ഈ ഒരു നിലയിൽ എത്തിയത്, അല്ലെങ്കിൽ എന്നെ ഡൈവേർട്ട് ചെയ്ത് വിട്ടത്. അതൊക്കെ ഓർത്തു. പിന്നെ എനിക്ക് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു സാറിനെ പോയി കാണണം. ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചു. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ കുറ്റബോധമാണ്. അന്ന് പോകാൻ പറ്റിയില്ല. ഒരു ദിവസമാണ് എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചു പറയുന്നു, സാറിന് സ്ട്രോക്ക് വന്ന് സാറ് മരിച്ചു. ശരിക്കും പറഞ്ഞ ഇന്നും എനിക്ക് ആ ഒരു വിഷമം കിടക്കാണ്. എനിക്ക് പോകാൻ പറ്റാതിരുന്നല്ല,
ശ്രമിച്ചിരുന്നെങ്കിൽ പോകാമായിരുന്നു, ഒരു തവണയെങ്കിലും സാറിനെ പോയി കാണാമായിരുന്നു. ഇപ്പോഴും അത് ഓർക്കുമ്പോൾ എനിക്ക് വിഷമാണ്. അതെനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതുപോലെ ഇതൊരു ഇൻസിഡന്റ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. പല കാര്യങ്ങളും നമ്മൾ ഇതുപോലെ മാറ്റിവെക്കും. നമ്മുടെ പേരൻസിനായിക്കോട്ടെ, മക്കൾക്കായിക്കോട്ടെ, സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് അത് കൊടുത്തു തീർക്കണം. അത് ഇനി ആട്ടെ, ഇനി എപ്പോഴേലും കൊടുക്കാലോ, സമയമുണ്ടല്ലോ. സമയമൊന്നുമില്ല. നമ്മുടെ കാര്യവും അവരുടെ കാര്യവും നമുക്ക് ഒരിക്കലും ഇങ്ങനെ പറയാൻ പറ്റില്ല. ഞാനൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സാറ് സർവീസിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അത്ര പ്രായവും ഇല്ല. സാറിന് പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് മരിക്കാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എന്റെ ദൈവം, എനിക്ക് ആ ദിവസം ഇപ്പൊ ടീച്ചേഴ്സ് ഡേ ആയപ്പോഴത്തേക്കും ഞാൻ സാറിനെ ശരിക്കും ഓർക്കുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ നിങ്ങളുടെ ഗുരുനാഥരോടോ, നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, സുഹൃത്ത്, ആരോടും നിങ്ങൾ ഇങ്ങനെ ഒരു ഡിലേ വെക്കരുത്. പറ്റുമായിരിക്കും, നമ്മൾ ഒന്നും ശ്രമിച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം.